യുവമോർച്ചയുടെ സംസ്ഥാന മീഡിയ സെൽ കൺവീനറും ബി ജെ പിയുടെ പ്രതിനിധിയുമായ എസ് നന്ദുവും എന്നോടൊപ്പം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ഉണ്ട്. നന്ദു, ജനസഭ നടത്തിയപ്പോൾ, നേമത്ത് ജനസഭ നടത്തിയപ്പോൾ നന്ദു ആയിരുന്നു ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് വന്നത്. അന്ന് സി പി എമ്മിൻ്റെ പ്രതിനിധിയായി പങ്കെടുത്ത ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷൻ കൂടിയായ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, അദ്ദേഹം അന്ന് അവകാശപ്പെട്ടത് 2250 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് നടത്തി എന്നാണ്, അല്ലേ? അതിനെ ചൊല്ലി വലിയ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു. എവിടെ ഈ 2250 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. പറഞ്ഞതൊക്കെ കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതികളാണ് അദ്ദേഹം അന്ന് പറഞ്ഞതും തൽക്കാലം തടിയൂരിയതും. നോക്കൂ നന്ദു, തിരുവനന്തപുരത്തെ വിജയം, അത് മിന്നുന്ന വിജയം, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. വികസിത കേരളം, വികസിത തിരുവനന്തപുരം, ആ അജണ്ട യുവാക്കളടക്കം ബി ജെ പി മുന്നോട്ട് വെച്ച ആ മുദ്രാവാക്യം യുവാക്കൾ അടക്കം നെഞ്ചിലേറ്റി എന്ന് തന്നെയല്ലേ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ തെളിയുന്നത്? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ ആ ജനസഭയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം കുറേ അവാർഡുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവാർഡുകളെക്കുറിച്ച് നമ്മളിങ്ങനെ ചോദിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് പറയാതെ പറയേണ്ടി വരുന്നു പല പദ്ധതികളും എങ്ങനെയാണ് അവാർഡിലേക്ക് നയിക്കപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വിജയാഘോഷത്തിൻ്റെ ഇടയിൽ നിന്ന് വന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു പ്രകടന പത്രിക അല്ലെങ്കിൽ അവരുടെ ഒരു വികസന രേഖ ഇറക്കിയിരുന്നു. ഞാൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ ജനം ടി വിയെ ഏൽപ്പിക്കാം. അതിനകത്ത് ഞാൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേന്ന് രാത്രി ഞാൻ കൈരളി ചാനലിൽ ഒരു ചാനലിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ആ വികസന പത്രിക ഉയർത്തിയിട്ട് അതിലെ ഓരോ പേജുകളായി മറിച്ചതിന് ശേഷം ഞാൻ സ്മാർട്ട് സിറ്റിയുടെ ഡാഷ്ബോർഡിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത അതിൻ്റെ എത്ര രൂപ അതിന് ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കും കൂടി വെച്ചുകൊണ്ടാണ് ഞാൻ ആ ചർച്ചയിൽ അവതരിപ്പിച്ചത്. ആ ചർച്ച പിന്നീട് അവരെ യൂട്യൂബിൽ നിന്ന് പോലും ആ ലിങ്ക് എടുത്ത് മാറ്റുന്ന അവസ്ഥയുണ്ടായി. അതിനകത്ത് ആ വികസന പത്രിക എൻ്റെ തിരുവനന്തപുരം നഗരസഭ എന്ന പേരിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച എൻ്റെ തിരുവനന്തപുരം നഗരസഭ എന്ന് പറഞ്ഞ ആ വികസന രേഖ സത്യത്തിൽ അത് സി പി എമ്മിൻ്റെ കുറ്റപത്രമായി മാറുന്ന അവസരമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണുന്നത്. ഞാൻ അന്ന് ആ ചർച്ചയിൽ എല്ലാവരോടും പറഞ്ഞിരുന്നു, ഇതാരാണോ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ടി വരും തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി നടപ്പിലാക്കി തന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നരേന്ദ്രമോദിയുടെ സർക്കാർ തന്നതിൽ നിന്ന് ഒരു നയാ പൈസ പോലും സ്വന്തമായി കണ്ടെത്താനോ സ്വന്തമായി നടപ്പിലാക്കാനോ ഈ നഗരസഭയ്ക്കും ഈ സംസ്ഥാന സർക്കാരിനും സാധിച്ചില്ല എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകടന പത്രിക നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നയാൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. കാരണം അതിൽ തുടങ്ങുന്നത് തന്നെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ലഭിച്ചിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകളുടെ ഫോട്ടോയിലാണ് അത് തുടങ്ങുന്നത്. അതിനകത്ത് രണ്ടുപേരും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രനും എഴുതിയിരിക്കുന്ന ആ ആമുഖത്തിൽ അവർ സൂചിപ്പിച്ചിരിക്കുന്ന പല പദ്ധതികളും ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി, ജൽജീവൻ മിഷൻ പദ്ധതിയുമായി, PMAY പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ തിരുവനന്തപുരത്ത് ആ വികസന രേഖ വായിക്കുന്ന ഏതൊരു സാധാരണക്കാരനും കൃത്യമായി തന്നെ മനസ്സിലായിട്ടുണ്ട് അത് നരേന്ദ്രമോദി സർക്കാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വികസന രേഖയെങ്കിലും അച്ചടിക്കാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് സാധിച്ചത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ BJPക്കും അതുപോലെ തന്നെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്നത്തെ താങ്കൾ പറഞ്ഞല്ലോ, യുവസമൂഹം BJPക്ക് വോട്ട് ചെയ്തിട്ടില്ലേ എന്ന് താങ്കൾ എന്നോട് ചോദിച്ചു. ആ യുവസമൂഹം എന്തുകൊണ്ടാണ് വോട്ട് ചെയ്തത്? ഇതെല്ലാം ഒരു ഡാഷ്ബോർഡിനകത്ത് നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ യുവസമൂഹത്തിന് ആരും പറഞ്ഞു കൊടുക്കണ്ട. ഒന്ന് ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ ഈ ഓരോ പദ്ധതിയും എന്താണെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പദ്ധതികളുടെ പേര് മാറ്റിയത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ മാറിപ്പോകുന്നതില്ല. അപ്പോൾ ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരസഭ കൃത്യമായിട്ട് ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചില്ല. ഞാൻ ആ ചർച്ചയിൽ താങ്കൾ ജനസഭ ഉദ്ധരിച്ചതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ആ ചർച്ചയിൽ ഉടനീളം ഞാനും താങ്കളും അദ്ദേഹത്തിനോട്, ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയോട് മാറി മാറി ചോദിച്ചു, 45 വർഷക്കാലം നിങ്ങൾ ഭരിച്ചിട്ട് ഒരൊറ്റ വികസനം തിരുവനന്തപുരം നഗരസഭയിൽ LDFൻ്റെ സർക്കാരിൻ്റെ ഭാഗമായി ഉണ്ടായത് കാണിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന എല്ലാ വികസനങ്ങളും, അദ്ദേഹം പറഞ്ഞ ഓരോ വികസനവും നരേന്ദ്രമോദി 2014 ശേഷം വന്നതിന് ശേഷം സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളാണ്. അല്ലാതെ തനതായി തിരുവനന്തപുരം നഗരസഭ രൂപീകരിക്കപ്പെട്ടതോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു സർക്കാർ നടപ്പിലാക്കിയതുമായിട്ടുള്ളൊരു പദ്ധതി പോലും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. അന്നും ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ വിശ്വാസം ഇവർ ഞങ്ങളുടെ ചോദ്യങ്ങളെ ഭയപ്പെടുന്നു, ഇവർ കേരളത്തിലെ തിരുവനന്തപുരത്തെ നഗരവാസികളോട് അവരുടെ വികസനം പറയാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നരേന്ദ്രമോദിയുടെ വികസനം പറഞ്ഞു കഴിഞ്ഞാൽ ആ വോട്ട് BJPയിലേക്ക് വരും എന്ന ഭയം അവരുടെ ഉള്ളിലുണ്ടായി. ആ ഭയം ശരിയാണ് എന്ന് ഇന്ന് ഗോവിന്ദ മാഷ് അടക്കമുള്ള CPFൻ്റെ നേതാക്കന്മാർക്ക് കാട്ടിക്കൊടുക്കാൻ സാധിച്ചു. ഇനി താങ്കൾ എന്നോട് ചോദിച്ചാൽ കാതലായൊരു വിഷയത്തിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ, കേരളത്തിലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ യുവാക്കൾ
എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്തു? എന്തായാലും യുവാക്കൾ വോട്ട് ചെയ്യാതെ ബി ജെ പി 50 വാർഡുകളിൽ വിജയിച്ച് അതും നമ്മൾ നോക്കേണ്ടത് പല വാർഡുകളിലെയും ഭൂരിപക്ഷം സാധാരണ ഒരു കോർപ്പറേഷൻ ഇലക്ഷനൊക്കെ കിട്ടുന്ന ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു 500 മുതൽ 800 അതൊക്കെയാണ് ഒരു നോർമൽ ഭൂരിപക്ഷം വരുന്നത്. പല വാർഡുകളിലും അതായത് പുതുമുഖങ്ങൾ മത്സരിച്ച വാർഡുകളിൽ പോലും 2000-ഉം 2500-ഉം വോട്ടിൻ്റെ ഭൂരിപക്ഷം, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ നെട്ടയം വാർഡ് ഞങ്ങൾ കഴിഞ്ഞ തവണ CPM-ൽ നിന്ന് പിടിച്ചെടുത്ത വാർഡാണ്. ഇത്തവണ 1000-ലധികമാണ് അവിടുത്തെ ഭൂരിപക്ഷം. കഴിഞ്ഞ തവണ നമ്മൾ 1000 വോട്ടിന് ജയിച്ചു. ഇത്തവണ 1000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അത് പിടിച്ചു നിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. കഴിഞ്ഞ തവണ CPM-ൻ്റെ IM പാർവതി എന്ന് പറയുന്ന നഗരസഭയിലെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന ആൾ മത്സരിച്ച വട്ടിയൂർക്കാവ്, ആ വട്ടിയൂർക്കാവ് ഇത്തവണ ഞങ്ങൾ 800-ലധികം വോട്ടുകളുടെ ചെറുപ്പക്കാരനാണ് മത്സരിച്ചത്. 800-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഞങ്ങൾ വിജയിച്ചത്. ഇങ്ങനെ ഇടവക്കോട് അടക്കം ഞാൻ പറയാൻ തുടങ്ങിയ ഒരു നീണ്ട നിര പറയണം, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ അത്തരത്തിൽ വളരെ ക്ലിയർ കട്ടായി കേരളത്തിലെ യുവാക്കൾ, തിരുവനന്തപുരത്തെ യുവാക്കൾ LDF സർക്കാരിനും UDF പ്രതിനിധികൾക്കും ഒരു കൃത്യമായ മെസ്സേജ് കൊടുത്തു. ഞങ്ങൾക്ക് വേണ്ടത് മാന്യമായ തൊഴിലാണ്, ഞങ്ങൾക്ക് വേണ്ടത് നല്ല മാന്യമായിട്ടുള്ള ഈസ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ആ സൗകര്യപ്രദമായിട്ടുള്ളൊരു ജീവിത സാഹചര്യം ഞങ്ങൾക്കുണ്ടാവണം. ഞങ്ങൾക്ക് നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിവാദ രാഷ്ട്രീയത്തിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് താല്പര്യം വികസന രാഷ്ട്രീയത്തിനോടാണ്. ആ വികസന രാഷ്ട്രീയം നേരത്തെ ഞാനല്ലാതെ പറഞ്ഞത്, നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള മോഹൻകുമാർ സാർ തന്നെ പറഞ്ഞു. ആകെ CPM കോൺഗ്രസിനെ വിമർശിക്കുകയും കോൺഗ്രസ് CPM-നെയും വിമർശിക്കുകയും എന്നുള്ളതിനപ്പുറത്ത് ഇവിടെ കാതലായ വിഷയം, ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യിപ്പിച്ചത് ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. നിങ്ങൾ നോക്കൂ, പല ആളുകളും പല ആവർത്തി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനോട് ചെന്ന് നിന്ന് രാഹുൽ മാങ്കൂട്ടം വിഷയമായാലും സ്വർണ്ണപ്പാളി വിഷയമായാലും അദ്ദേഹം പറഞ്ഞത്, സ്വർണ്ണപ്പാളി വിഷയത്തിൽ ആരാണോ തെറ്റുകാരൻ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടണം, അയാൾ ശിക്ഷിക്കപ്പെടണം. ആ കാര്യത്തിൽ BJPക്ക് കൃത്യമായ നിലപാടുണ്ട്. രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയ സദാചാരത്തിന് എതിരായിട്ടാണ് പ്രവർത്തിച്ചത്. അദ്ദേഹം രാജിവെച്ചൊഴിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് ജനങ്ങളുടെ അടിസ്ഥാന വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഇലക്ഷനിൽ ഈ 2 വിഷയങ്ങൾക്കും അപ്പുറം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ, ഈ നാട്ടിലെ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. അത് വികസിത കേരളമാകണം, വികസിത വാർഡുകളാവണം, വികസിത മുനിസിപ്പാലിറ്റികളാവണം, വികസിത പഞ്ചായത്തുകളാവണം. അങ്ങനെ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ എടുത്തിട്ടുള്ളൊരു നിലപാട്, വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ച അജണ്ടയിലേക്ക് ഞങ്ങൾക്ക് കൃത്യമായി ഈ നഗരത്തെയും അതുപോലെ തന്നെ ഈ കേരളത്തിലെ വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങളെയും കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിച്ചു എന്നുള്ള ഞങ്ങൾ വിജയിച്ചു എന്നല്ല, നമ്മൾ വിജയിച്ചു. ഞങ്ങളായിട്ട് ഒരിടത്തും വിജയിച്ചിട്ടില്ല. ഞങ്ങളെ വിജയിപ്പിച്ചത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. അവർ ആഗ്രഹിക്കുന്ന വികസനം നരേന്ദ്രമോദിയുടെ പാർട്ടിയിൽ നിന്ന് ലഭിക്കും എന്നുള്ള അവരുടെ വിശ്വാസം, ആ വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ ഒന്നുകൂടി ചേർത്ത് ഞാൻ പറയാം, നേരത്തെ ഇവിടെ പലരും സംസാരിച്ചതുപോലെ തിരുവനന്തപുരം നഗരസഭ കേരളത്തിലൊരു മോഡൽ നഗരസഭയായി, അല്ലെങ്കിൽ കേരളത്തിലൊരു ഐഡിയൽ നഗരസഭയായി ഞങ്ങൾ ജനങ്ങളുടെ മുൻപാകെ വയ്ക്കും. ആ കോൺഫിഡൻസിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോകുന്നത്. അത് കേരളത്തിൽ ഇപ്പോൾ ഞാൻ പറയാമല്ലോ, വളരെ ലഘുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ BJP ജയിക്കും, BJPയുടെ മേയർ വരും എന്ന് ഞങ്ങളൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും പല കോണുകളിലും പലരും അത് വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പക്ഷേ ഇന്ന് ജനങ്ങൾ തന്നെ അക്ഷരാർത്ഥത്തിൽ പറയുന്നു, ആ വിശ്വാസം അവരിലേക്ക് വന്നിട്ടുണ്ട്. BJPക്ക് ഭരിക്കാൻ പറ്റുന്ന പാർട്ടിയാണ്, BJP ഇതാ സ്വന്തമായി കോർപ്പറേഷൻ ഭരിക്കുന്നു, BJP കേരളത്തിൽ ജയിക്കുന്ന പാർട്ടിയാണ് എന്ന് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ അടിവരയിട്ട് ഉറപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു. അതിൻ്റെ കോൺഫിഡൻസ് അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് 2026-ലെ വികസിത കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ ആ വികസിത കേരളത്തിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉണ്ടാവും എന്നുള്ള കോൺഫിഡൻസിലേക്ക് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം, ആ ധൈര്യമാണ് ഈ ഇലക്ഷൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്.